ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു പ്രോപ്പർ വ്ളോഗാണ്. അറിയാലോ, നാട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ വ്ളോഗൊന്നും എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരിക്കും. ബട്ട് എനിവേസ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്നൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടൊക്കെ പോകുന്നത്? ആലപ്പുഴ അടുത്തുള്ള സ്ഥലത്തോട്ടാണോ പോകുന്ന? സ്ഥലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ബട്ട് യെസ്, വൺ ഡേ ട്രിപ്പ്. എന്താ ബാഗെല്ലാം പാക്ക് ചെയ്തു, പിള്ളേരെല്ലാം റെഡിയായി. നമ്മുടെ ഇപ്പം എൻ്റെ പേരൻസ് ഉണ്ട്, ലിജുയുടെ പേരൻസ് ഉണ്ട്, പിന്നെ ലിജുയുടെ അങ്കിളും ആൻറ്റി ഉണ്ട്. സോ നമ്മളെല്ലാവരും കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. സോറി, നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കിട്ടി, കുമരകം. നമ്മൾ പോകുന്നത് കുമരകത്തായിട്ട്. Ryan brushed your hair? No, I brushed it. Ryan pinched your hair? Oh no, let's put him in jail. Oh my gosh. Let's do it. I'm police. You're police. Okay, let's put Ryan in jail. Okay? Let's do it. വണ്ടിയിലെല്ലാവരെയും കുത്തി നിറച്ച് കയറ്റി. പിള്ളേർക്ക് വണ്ടി കയറുമ്പോൾ തന്നെ നല്ല വിശപ്പ് തുടങ്ങും. ഇവിടെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒന്നും വേണ്ടല്ലോ, അപ്പോൾ അവർക്ക് നല്ല മേളാണ്. പിന്നെ ആദ്യം പോയി അപ്പയും അമ്മയും പിക്കപ്പ് ചെയ്തു. പിന്നെ ഞാനും പിള്ളേരും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി. പിന്നെ ഇതാ ലഞ്ചിനൊന്ന് ഒരു സ്റ്റോപ്പ് എടുത്തു. സാധാരണ മീൽസ് എടുത്തു, ആൻഡ് ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെ പല പല ഐറ്റംസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റയന് ഞങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് പോരാ എന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേനും അവൻ നേരെ ലിജോയുടെ വണ്ടിയിലോട്ട് ട്രാൻസ്ഫർ ആയി. അങ്ങനെ കുമരകം എത്തി. ഞങ്ങളുടെ ഹോട്ടലിലോട്ട് ചെക്കിനായി. അത്രയും പെട്ടി നമ്മുടെ അല്ല കേട്ടോ, അത് വേറൊരു ഗ്രൂപ്പിൻ്റെ ആയിരുന്നു. ആൻഡ് നമ്മൾ വൺ നൈറ്റിലേക്കല്ലേ ഉള്ളൂ, അപ്പോൾ വലിയ പെട്ടികളും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. റൂംസിലോട്ടൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ 4 റൂമാണ് എടുത്തത്, എല്ലാം അടുത്തടുത്തുള്ള റൂംസ്. പിള്ളേർ അപ്പയമ്മയൊക്കെ ആയിട്ട് ഗ്രാൻഡ് പേരൻസിനെ കിട്ടിയതല്ലേ, അവർ നല്ല മേളായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളൊരു ട്വിൻ ബെഡ് പറഞ്ഞു, കാരണം പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ റൂം പപ്പയുടെ മമ്മിയുടെ റൂമായിട്ട് ഒരു അഡ്ജസ്റ്റന്റ് ഡോർ ഉണ്ടായിരുന്നു. സോ ആ ഡോർ തുറന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വരാം. അമ്മയ്ക്ക് കിട്ടിയോ? ചിലപ്പോ ഞാൻ വരെ സഖ്യാൻ തുടങ്ങും. വെക്കേഷന് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടൈം ഇവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ വളരെ ലിമിറ്റഡ് ആണെന്ന്. പക്ഷെ അതുകൊണ്ട് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ക്വാളിറ്റി ടൈം ഉള്ള സമയത്ത് സ്പെൻഡ് ചെയ്യുക. അതാണ് നമ്മുടെ എയിം. പിള്ളേർ ഇവിടെ അപ്പയുടെ അമ്മയുടെയൊക്കെ മേത്ത് WWF കളിക്കുന്നത് കണ്ടാൽ നമുക്കും കൂടെ പേടിയാകും. അവർ പക്ഷേ സീക്രറ്റ്ലി നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഫിസിക്കലി യാതൊരു വേദനയില്ല. അമ്മ തന്നെ പറയുന്നു, സാധാരണ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നല്ല മേലുവേദന, കൈവേദന, കാലുവേദന എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവരുടെ ബാക്കിൽ നടക്കുമ്പോഴത്തേനും നല്ല ഫുൾ എനർജിയിലായിരുന്നു അവർ ബാക്കിൽ ഓടുന്നത്. എന്തായാലും അവരവിടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ നല്ല സുഖമായിട്ടൊരു ചായയൊക്കെ കുടിച്ച് നല്ല റിലാക്സ് ചെയ്തു. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും ഞങ്ങൾ താഴോട്ട് വന്നു. അവിടെ ഒരു പൂളൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് കണ്ടോ, ലൈക്ക് സോ പ്രിറ്റി. നല്ല ഒരു കായലുണ്ട് സൈഡിൽ. ഓ, അതിൽ നല്ല ലോട്ടസ് ഒക്കെ ഉണ്ട്. ശരി. ഓ, ഇവിടെ ട്രാംപലീൻ ഉണ്ട്. ദാറ്റ്സ് ക്യൂട്ട്. യാ. ഈ വെള്ളത്തിൽ ലോട്ടസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നെങ്കിലും ദ വാട്ടർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ലിറ്റിൽ ബിറ്റ് മോർ. കാരണം ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആ വെള്ളത്തിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാരണം അത്ര നല്ല വെള്ളമല്ലായിരുന്നു. പക്ഷേ ദ പൂൾ വാസ് വെരി നൈസ്. സോ നമ്മൾ പൂളിൽ ഒരു സ്വിം ചെയ്തു. ആൻഡ് നമ്മളെല്ലാവരും കയറി. ആൻഡ് അമ്മമാരൊക്കെ അവിടെ സൈഡിലിരുന്ന് അവരവരുടെ ഗോസിപ്പ് കമ്മിറ്റി തുടങ്ങി. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ താഴത്തെ ഹോട്ടലിലെ അകത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു. ആൻഡ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു.
All right, off to bed. Go lie down. Oh, it's sleepy. You can sleep there. Go. Night, night. Mwah. I want Papa. Night, night. Daya, back to bed. എല്ലാരും നന്നായിട്ട് ഉറങ്ങിയോ? ആണോ? അയ്യോ ആണോ? യാർന്ന് നിങ്ങൾ 8 മണി വരെ ഉറക്കായിരിക്കും. ഇവര് 6 റയൻ 6 എണീറ്റോ? ഞാൻ റയനോട് പറയുന്നുണ്ട് പ്ലീസ് ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ അവിടെ ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഇഡ്ഡലി, ദോശ, അതിൻ്റെ സാമ്പാർ, ചട്നി ഐറ്റംസ്, പിന്നെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോ നമുക്ക് വേണ്ടിയതെടുക്കാം. മറ്റേ ബട്ടൂര, ചന കറി, പിന്നെ ഉപ്പുമാവൊക്കെ നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല ഉപ്പുമാവായിരുന്നു. അപ്പം യെസ്, ഇറ്റ് വാസ് ക്വൈറ്റ് എ വെരി ഹോൾസം ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പിള്ളേർക്കാണെങ്കിലും സീരിയലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു, നമ്മളൊന്ന് റെഡിയായി. ആൻഡ് ഇനിയിപ്പം നമ്മളിനി എന്താ പരിപാടി കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് ചെയ്യണം. ഒരു 1 day സ്റ്റേക്കൊക്കെ ബെസ്റ്റ് സാധനം. നേരെ നമ്മൾ ബോട്ട് കയറാനായിട്ട് അവിടുത്തെ ഫെറി ബോട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല നമുക്ക് അധികം ടൈമില്ലായിരുന്നു. സോ നമുക്കായിട്ടൊരു പ്രൈവറ്റ് ബോട്ടൊന്നും നമ്മൾ എടുത്തില്ല, നേരെ ഫെറി ബോട്ടിൽ കയറി. പക്ഷേ ഈ ടൈം ആയതുകൊണ്ട് യാതൊരു തിരക്കും ഇല്ലായിരുന്നു. സോ അത്യാവശ്യം നമ്മുടെ ഒരു പ്രൈവറ്റ് ബോട്ട് പോലെ ആയിരുന്നു സംഭവം. തലേജ് അവിടെ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, അടിക്കുവോ എന്തോ. പിന്നെ ആ ബ്യൂട്ടിഫുൾ ഒരു റൈഡായിരുന്നു കേട്ടോ ഈ ബോട്ടിങ്ങിൽ. ലൈക്ക് ആ ഒരു വേമ്പനാട് കായലിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസൊക്കെ കൊണ്ടുവരുന്ന ഒരു ബ്യൂട്ടിഫുൾ ബോട്ട് ജേർണി ആയിരുന്നു. ഇല്ല കുഞ്ഞുമണി, is it pretty? Yeah. Amma's കുഞ്ഞുമണി. Yeah. It's gorgeous, isn't it? So pretty. And Amma's കുഞ്ഞുമണി. എക്സ്പീരിയൻസ് ആണ് കേട്ടോ, പിള്ളേർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ബോട്ടും വെള്ളവും ഒക്കെ. Who's Dada's best friend? You are Zara's best friend. How about Zara's best friend? You like her? Yeah. What? Mama, mama. You don't understand. Yeah, what you are. You love mama? Who else do you love? I love mama. Yeah. I love Rai. Queen. Pava amma. Pavam you? You're squishing amma. No. Both of you. No, she. She is squishing you. You're squishing amma. Yeah, but she's back to me. Chatambi. I Rowdy baby. പിന്നെ ലഞ്ചിന് നമ്മളവിടെ കിളിക്കൂട് എന്ന് പറഞ്ഞിട്ട് കുമരകത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇവർ ഒരു സ്പെഷ്യാലിറ്റി സീ ഫുഡ് ഐറ്റംസൊക്കെയാണ്. ആക്ച്വലി ഇതൊരു കള്ള് ഷോപ്പാണ്, പക്ഷേ അവിടെ തന്നെ ഒരു ഫാമിലി റൂമും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല നാടൻ കള്ളും കിട്ടും, നല്ല അടിപൊളി ഷാപ്പ് ഫുഡും കിട്ടും. നല്ല മീനും കരിമീനും, നമ്മൾ ഓർഡർ ചെയ്യാത്ത ഫിഷില്ല, നല്ല തിളയ്ക്കുന്ന കറി, മീൻ കറി, കപ്പ ഒക്കെ. പിന്നെ ഇതാ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ പരിപാടികളും ഒക്കെ കാണാൻ പറ്റി. ആനയെ കാണാൻ പറ്റിയില്ല ഇപ്പോൾ, പക്ഷെ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആനയ്ക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്. ഒരു കണക്കിന് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീൻസൊക്കെ കാണാൻ പറ്റി. പക്ഷേ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ സമയമെടുത്തു വീട്ടിലെത്താനായിട്ട്. എന്നാലും ഇത് നല്ലൊരു സീനായിട്ട് എനിക്ക് തോന്നി.
അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. പിള്ളേരൊക്കെ നല്ല ഉറക്കമായി, നല്ല ടയേർഡാണ്. ഇനിയിപ്പം ഒന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.